ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചരി വേണം, അതുപോലെ നല്ല പഴുത്ത ചക്ക വേണം, പിന്നെ ശർക്കര വെല്ലം എടുത്തിട്ടുണ്ട്, ഉരച്ച് വെല്ലം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വേണം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ 1 കപ്പ് പച്ചരിയും 2 കപ്പ് ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ചക്കയാണ്. ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഒരു തരിതരിപ്പോടെ അരച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കിത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനാവശ്യമായിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം, അതായത് ശർക്കര വേണം. അപ്പം ഞാനിവിടെ ഒരച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതിനെ പൊടിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ചില സ്ഥലങ്ങളിൽ ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് ചക്ക വേവിച്ചിട്ട് ഇത് അരച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ ചക്ക വേവിക്കാതെയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ 1 കപ്പ് തേങ്ങാക്കൊത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും മറക്കാതെ ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഇലയിലേക്ക്, ഈ ഇല എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ കുറുക്കൂട്ടിയുടെ ഇല എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ വട്ടയില എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഇലയിലും നമ്മൾ ഓരോ തവി വെച്ച് പോർന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ആവി കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കണ്ടോ, ഈ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുന്നതാണ്. ഇത് അപ്പച്ചമ്പെന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ കാസർഗോഡ് ഇതിന് അപ്പച്ചമ്പെന്ന് പറയും. അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ അടിയിൽ വെള്ളം വെച്ച് ആവി കയറ്റി വിടും. നന്നായിട്ട് തീ കത്തി ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ അപ്പം റെഡിയാവും കേട്ടോ. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ എടുത്തിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു റെസിപ്പി ആയിട്ട്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.